ഗൈസ്, അങ്ങനെ നമ്മൾ തഞ്ചാവൂർ വിശേഷങ്ങളുടെ പാർട്ട് 3 ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ച് നേരെ പോയി മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. മ്യൂസിയത്തിൽ ഒരാൾക്ക് ടിക്കറ്റ് 50 രൂപയാണ്. ഈ 50 രൂപയ്ക്കുള്ള സംഭവങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടില്ല, അങ്ങനെ പറയാം. നമുക്ക് നമ്മൾ ഈ ഒരു വഴിയാണ് അങ്ങോട്ടേക്ക് പോകാനുള്ള. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കാമാൻ ക്വൈറ്റൊരു സ്ഥലമാണ്. എന്താ പറയുക, ഒരു ശാന്തതയും സമാധാനമൊക്കെ ഉള്ളൊരു സ്ഥലം. ഇവിടെ അധികവും ഫോറിനേഴ്സാട്ടോ വന്ന് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ. നമ്മൾ വന്നത് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കാം. അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആ ഫ്രെയിമിൽ നിന്ന് എടുത്ത് നല്ല ഭംഗിയുണ്ടാവും എന്ന് പറയാൻ വാക്കുകളില്ല ഗൈസ്. ഈ ഒരു സംഭവമൊക്കെ പണി കഴിച്ചത് ആരാണെന്നുണ്ടെങ്കിൽ സമ്മതിക്കണല്ലേ. ഇത് പിന്നെ സാന്ദ്ര പ്രിൻസി, ഇവരെൻ്റെ ഈ തഞ്ചാവൂർ വീഡിയോയിലായിരിക്കും നിങ്ങൾ പരിചയം. ഇത് നമ്മുടെ ചോളരാജ. ഈ ചോളരാജയാണ് ഇവിടുത്തെ ഈ ഒരു സെറ്റപ്പിൻ്റെ ഒക്കെ ആണത്രേ. അയാൾ അധികം നല്ല എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയിട്ടുള്ളൊരു പേഴ്സൺ തോന്നുന്നു. അവിടുത്തെ ഡെവലപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിലത്തെ അവരതൊക്കെ നോക്കി എന്തൊരു ഭംഗിയാണ്. ഇത് നേരിട്ട് കാണേണ്ട ഒരു സാധനമായിട്ട് ഉള്ളിൽ നിന്നിങ്ങനെ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി. പിന്നെ നമ്മൾ മറ്റേ നാട്ടുരാജ അത് കാണാൻ വേണ്ടി പോയി. അവിടെ നിന്ന് കുറച്ച് നേരം കണ്ട് തിരിച്ച് നമ്മൾ തഞ്ചാവൂർ പോയി കഴിഞ്ഞാൽ തഞ്ചാവൂർ പാവ് വാങ്ങണമല്ലോ. പക്ഷേ തഞ്ചാവൂർ പാവ് വാങ്ങിയാൽ നമ്മൾ പോക്കറ്റ് കീറും. അതായത് 1500 രൂപ 700 രൂപ അങ്ങനെയൊക്കെ റേറ്റ് പറഞ്ഞു. ഞങ്ങളേതായാലും വാങ്ങിയില്ല. നേരെ വീണുണ്ടാക്കുന്ന സ്ഥലത്ത് പോയി കുറച്ച് നേരം അവിടെ നിന്നു. പക്ഷെ അവിടെ അയാൾ ഉള്ളിലൊന്നും കയറ്റിയില്ല, കാരണം വീണയ്ക്ക് പൂപ്പലിടിക്കും എന്ന് പറഞ്ഞാണ്ട്. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ അമ്പലത്തിലേക്ക് തന്നെ വന്നു. വൈകുന്നേരത്തെ ആ വ്യൂ, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്തത്. എൻ്റെ സൂര്യമോൾ നിലാവത്ത് അയച്ചിട്ട് കോഴിക്കളമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അങ്ങനെ ഏതായാലും വൈകുന്നേരമായി ലൈറ്റൊക്കെ ഇട്ട് പോകണേ, എന്ത് രസമായിരുന്നു കാണാനറിയാം. അവിടെ വരെ പോയിട്ടുണ്ടെങ്കിൽ ഈ നൈറ്റ് വ്യൂ കാണണം കേട്ടോ. അതാണ് അതിലൊരു അടിപൊളിയായിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരെ. ഓക്കെ, ബൈ.